GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള ജനവിധി മറികടന്ന് ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ജനങ്ങൾക്കെതിരെയുള്ള നീക്കം നടപ്പാക്കിയാൽ അതിനെതിരെ ശക്തമായി പോരാടും. പുതിയ എംപിക്ക് കോതമംഗലത്ത് ഊഷ്മള സ്വീകരണം. കുട്ടമ്പുഴയിൽ സ്പെഷ്യൽ സ്ക്വാഡ് പോലീസിന്റെ വൻ മണൽ വേട്ട. 8 ലോഡ് മണലും 5 വള്ളങ്ങളും 2 തൊഴിലാളികളും പിടിയിൽ. സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരും ബ്ലേഡ് മാഫിയക്കാർ. വായ്പയെടുക്കുന്ന സഹകാരികളെ സഹായിക്കാനെന്ന പേരിൽ ബാങ്കുകൾക്കുള്ളിൽ തന്നെ അനധികൃത പണമിടപാടുകൾ നടത്തുന്നു. നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ കർഷകരെ അന്യവൽക്കരിക്കുന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കുന്നതിനെതിരെയാണ് ഇടുക്കിയിൽ ജനങ്ങൾ വിധി എഴുതിയതെന്ന് ജോയ്സ് ജോർജ്. വിജയം നേടിയ ശേഷം ആദ്യമായി കോതമംഗലത്തെത്തിയ അദ്ദേഹം GTVയോട് സംസാരിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പുറത്തിറക്കിയ പ്രകടന പത്രികയിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് BJP പറഞ്ഞത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തോടെ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിനും ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ഒരു നിയമവും അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും ജോയ്സ് ജോർജ് ചൂണ്ടിക്കാട്ടി. തീർച്ചയായും ആ ഹിതപരിശോധനയിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനും ഇനി അത് നടപ്പിലാക്കുന്നത് പുനർചിന്തനം ചെയ്യാതെ, ഇവിടുത്തെ ആളുകളെ വിശ്വാസത്തിലെടുക്കാതെ, ഇവിടുത്തെ ആളുകളുടെ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാതെ നടപ്പിലാക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രകടന പത്രികയിൽ BJP അത് നടപ്പിലാക്കുമെന്ന്, ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അവർ ഭരണത്തിലില്ല, പ്രതിപക്ഷത്താണ്. അത് ഉത്തരവാദിത്വത്തോടുകൂടി ജനാധിപത്യ ക്രമത്തിൽ ഒരു ഭരണഘടനയുടെ കീഴിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ ഭരണഘടനാടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒരു നിയോജക മണ്ഡലത്തിലെയും ഒരു ജില്ലയിലെയും ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രമാണമായ ജനങ്ങളുടെ പങ്കാളിത്തവും ജനങ്ങളുടെ അറിവും സമ്മതത്തോടും കൂടി മാത്രമേ നടപ്പിലാക്കൂ എന്ന തലത്തിലേക്ക് അത് എത്തേണ്ടി വരും. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതികരിക്കും. ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നയിച്ച് അത്തരം ഏതു നീക്കത്തെയും ചെറുക്കുമെന്നും ജോയ്സ് ജോർജ് ആവർത്തിച്ച് വ്യക്തമാക്കി. ഇനിയും ഗവൺമെന്റ് ആളുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റിന് പുറത്തും ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള തീഷ്ണമായ സമരത്തിലൂടെയും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ള ഒരു കാര്യത്തിലൊരു സംശയവുമില്ല. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നതിനോട് അനുവദിക്കില്ല. അങ്ങനെയുള്ള നടപടികളെ എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയും ചെറുത്ത് തോൽപ്പിക്കുമെന്നുള്ളതിന് ഒരു സംശയവും. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കോതമംഗലത്ത് ഊഷ്മള സ്വീകരണം. നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ MP ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി. അടുത്തഘട്ട സ്വീകരണ പര്യടനം ഈ മാസം 29-ന് നടക്കും. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മികച്ച വിജയം നേടിയ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ വരവേൽപ്പ് ലഭിച്ചു. നീണ്ടപാറയിലായിരുന്നു ആദ്യ സ്വീകരണം. കവളങ്ങാട്, വാരപ്പെട്ടി, പല്ലാരിമംഗലം, നെല്ലിക്കുഴി, കോട്ടപ്പടി എന്നീ പ്രദേശങ്ങളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ പുതുപ്പാടി മേഖലയിലുമായിരുന്നു സ്വീകരണ പര്യടനം. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വിവിധ കേന്ദ്രങ്ങളിൽ ജോയ്സ് ജോർജിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ MP-യുടെ ഹ്രസ്വപ്രസംഗം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുകയും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ വികസന സംസ്കാരവും രാഷ്ട്രീയ സംസ്കാരവും ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളുടെ സഹായവും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുകയും സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും ചെയ്ത ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകരോടും എനിക്കുള്ള 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. LDF നേതാക്കളായ R. അനിൽകുമാർ, EK ശിവൻ, PN ബാലകൃഷ്ണൻ, CS നാരായണൻ നായർ, AR വിനയൻ, PM പൗലോസ്, MA പരീത്, KA ജോയി, KK ശിവൻ, KB മുഹമ്മദ് തുടങ്ങിയവർ ജോയ്സ് ജോർജിനെ അനുഗമിച്ചു. ഫർണിച്ചർ വ്യാപാരി വ്യവസായ കുട്ടമ്പുഴ ആനക്കര
കോട്ടയംപുഴയിൽ നിന്നും അനധികൃതമായി വാരിയ 8 ലോഡ് മണലും മണൽ വാരാൻ ഉപയോഗിച്ച വള്ളങ്ങളും പോലീസ് പിടികൂടി. 2 തൊഴിലാളികളും പിടിയിലായിട്ടുണ്ട്. ആലുവ റൂറൽ എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് നടപടിയെടുത്തത്. എസ്പിക്ക് മണൽ വാരൽ സംബന്ധിച്ച് രഹസ്യവിവരം ലഭിച്ചിരുന്നു. 5 വള്ളങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. പോലീസിനെ കണ്ട് ഒരു വള്ളവുമായി 2 പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പോലീസ് പിന്തുടർന്നതോടെ അവർ വള്ളം വെള്ളത്തിൽ മുക്കിയ ശേഷം രക്ഷപ്പെട്ടു. സ്ഥലത്ത് ആകെ 5 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. SI A അനൂപ്, പോലീസുകാരായ അനീഷ് ബാലൻ, പ്രവീൺ കുമാർ, AP രാഹുൽ, PA ഷിയാസ്, സന്ദീപ് കുമാർ, AG സുകുമാരൻ എന്നിവരാണ് റെയ്ഡ് നടത്തിയ സ്ക്വാഡ് അംഗങ്ങൾ. തൊണ്ടിമുതലുകളും പ്രതികളെയും കുട്ടമ്പുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷന്റെ 1/2 കിലോമീറ്ററിനപ്പുറമാണ് വൻതോതിൽ അനധികൃത മണൽ വാരൽ നടന്നിരുന്നത്. വിവരം ലഭിച്ചിട്ടും നടപടിയെടുക്കാൻ ലോക്കൽ പോലീസ് തയ്യാറായിരുന്നില്ല. ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സഹകാരികളെ പിടിയുന്ന ബ്ലേഡുകാർക്കെതിരെയും നടപടി ആവശ്യം ഉയരുന്നു. സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ തന്നെയാണ് കഴുത്തറപ്പൻ പലിശയുമായി സഹകാരികളെ വലവീശി പിടിക്കുന്നത്. വായ്പ തിരിച്ചടയ്ക്കാനോ പലിശയടയ്ക്കാനോ കഴിയാതെ പ്രതിസന്ധിയിലാകുകയും ജപ്തി ഭീഷണി നേരിടുകയും ചെയ്യുന്ന സഹകാരികളെ സഹായിക്കാനെന്ന പേരിലാണ് ഇക്കൂട്ടർ രംഗത്ത് വരുന്നത്. പ്രതിസന്ധി നേരിടുന്ന സഹകാരികളെ ബാങ്കിലെ ജീവനക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാനാകും. വായ്പ പുതുക്കാനോ ചിട്ടിപ്പണം വാങ്ങിയെടുക്കാനോ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രമാണ് ജീവനക്കാർ പണം കടം നൽകുന്നത്. എന്നാൽ 1 മാസത്തെ പലിശ ഈടാക്കുകയും ചെയ്യും. ഇങ്ങനെ വലിയ സാമ്പത്തിക ലാഭം കൊയ്യുന്ന സഹകരണ ജീവനക്കാർ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകളിലുമുണ്ട്. മേലുദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും എല്ലാം അറിവോടെയാണ് ബാങ്കിനുള്ളിലെ ബ്ലേഡ് ബാങ്കുകാർ തഴച്ചു വളരുന്നത്. കോതമംഗലം താലൂക്കിൽ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സ്നേഹവീട് പദ്ധതി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ നടപ്പാക്കുന്നു. കുടുംബങ്ങളിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സ്നേഹവീട് പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗം മജിസ്ട്രേറ്റ് G ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഒരാൾ പുരുഷനായിട്ട് ജനിക്കുന്നു, ഒരാൾ പ്രത്യേക മതവിഭാഗത്തിൽ ജനിക്കുന്നു, ഒരാൾ ഒരു പണക്കാരനായ വീട്ടിൽ ജനിക്കുന്നു, ഇല്ലെങ്കിൽ വേറെ പ്രത്യേക ജാതിയിൽ ജനിക്കുന്നു. നമ്മുടെ ഒന്നും ആരുടെയും ഒരു സ്വാധീനം കൊണ്ടോ കഴിവുകൊണ്ടോ ഒരു മോശമായി സംഭവിക്കുന്നതോടെ സംഭവിക്കില്ല. ഒരാൾ സ്ത്രീയായതുകൊണ്ട് ആരെങ്കിലും നമ്മളൊരു കുഴപ്പം ചെയ്തില്ല. ഇനി ഒരാൾ പുരുഷനായി ജനിക്കുന്നവരെന്തെങ്കിലും മേഖല ചെയ്തിട്ടുള്ളത് അതിങ്ങനെല്ലാം പ്രതിനിധികളുടെ നിയമങ്ങളുണ്ടാക്കാൻ സംഭവിക്കുകയാണ്. പക്ഷെ എല്ലാ മനുഷ്യരും നമ്മുടെ ഭൂമിയിൽ തുല്യമായി ജീവിക്കാൻ അവസരമുണ്ടാകുന്നു. ആ തുല്യമായി ജീവിക്കാനുള്ള അവസരങ്ങൾ സന്തോഷപൂർണ്ണമായ ചെറിയ ജീവിതമാണെങ്കിലും വലിയ ജീവിതമാണെങ്കിലും എല്ലാം സന്തോഷപൂർണ്ണമായി ജീവിക്കുന്നതിന് ആവശ്യമായി തടസ്സമായി വരുന്ന കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കുക എന്നാണ് ഈ സ്നേഹവീടിന്റെ ചർച്ചകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന സന്ദേശമാണ്. ഈ സന്ദേശത്തെ സംബന്ധിച്ച് സന്ദേശങ്ങൾ അതെന്താ സ്നേഹവീടിന്റെ പദ്ധതിയിലേക്ക് കൈമാറുമ്പോൾ 20 വീടുകൾ ചേർന്നിട്ട് ആ 20 വീടുകളുടെ മുഴുവൻ അംഗങ്ങളെയും അമ്മയും അമ്മൂമ്മയും അച്ഛനെയും മക്കളെയും എല്ലാവരെയും ചേർന്ന് ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുനിസിപ്പൽ ചെയർമാൻ KP ബാബു അധ്യക്ഷത വഹിച്ചു. പ്രമീള സണ്ണി, ഭാനുമതി രാജു, ശാലിനി മുരളി, പ്രൊഫസർ KM കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുനിസിപ്പൽ കൌൺസിലർമാരും CDS ഭാരവാഹികളും ആശാപ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് അബു മൊയ്തീൻ സ്വാഗതവും അഡ്വക്കേറ്റ് അഭിലാഷ് വി മധു കൃതജ്ഞതയും പറഞ്ഞു. കേരള സർക്കാർ അന്യായമായി വർദ്ധിപ്പിച്ച മോട്ടോർ വാഹന നികുതി പിൻവലിക്കണമെന്ന് ഓൾ കേരള ഓട്ടോ കൺസൾട്ടിംഗ് വർക്കേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITUവിന്റെ കീഴിലുള്ള ഓൾ കേരള ഓട്ടോ കൺസൾട്ടിംഗ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ ഏരിയ സമ്മേളനം പ്രസിഡന്റ് PP മൈദീൻ ഷായുടെ അധ്യക്ഷതയിലാണ് നടന്നത്. CITU ഏരിയ സെക്രട്ടറി KA ജോയി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന പല ആളുകളെയും ഈ ഒരു മേഖലയിൽ അവർക്ക് വിദ്യാഭ്യാസമാണ് ചെയ്തു. അതൊക്കെ എത്ര മാത്രം ഒരു ത്യാഗത്തോടു കൂടിയാണ്. അപകടം നടന്ന മേഖലയാണ്. പല തലക്കാരാണ്. ആരൊക്കെയാണ് പഠിക്കുന്നത്? ചിലപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പ്രദേശം പ്രതിയായിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനക്കാരാണ്. പിന്നെ നമ്മൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾ കണക്കിലെടുക്കാൻ ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പും അതിലുപരിയായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സമ്മേളനവും ഭാവി സമ്മേളനവും സംഘടനാ രംഗവുമെല്ലാം ചർച്ച ചെയ്യുന്ന സംഗതി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് EK ജയപ്രസാദ്, ഷാൻ K കുര്യാക്കോസ്, KC ഷോബി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി PP മൈദീൻ ഷാ പ്രസിഡന്റ്, KC ഷോബി സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള സർക്കാർ അന്യായമായും അശാസ്ത്രീയമായും വർദ്ധിപ്പിച്ച മോട്ടോർ വാഹന നികുതി പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
കോതമംഗലം ബോധിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിൽ കുത്തുകുഴി സ്വദേശി KC സാജുവിന് 1ാം സ്ഥാനം. 19 മണ്ഡലങ്ങളിലെ ഫലം കൃത്യമായി സാജു പ്രവചിച്ചിരുന്നു. 18 മണ്ഡലങ്ങളിലെ ഫലം കൃത്യമായി പ്രവചിച്ച 4 പേർ രണ്ടാമതെത്തി. വിജയികൾക്ക് ശനിയാഴ്ച വൈകുന്നേരം 4:30 കോതമംഗലം ടൗൺ UP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ICSE പരീക്ഷയിൽ കോതമംഗലം മാർത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിന് മികച്ച വിജയം. 22 പേർ പരീക്ഷ എഴുതിയതിൽ 17 പേർക്ക് ഡിസ്റ്റിങ്ഷനും 5 പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. 97% മാർക്ക് നേടിയ അനുഷ രാജു സ്കൂളിൽ 1ാമതെത്തി. വിദ്യാർത്ഥികളെ മാനേജ്മെന്റും പ്രിൻസിപ്പലും അധ്യാപകരും അനുമോദിച്ചു. ചരമറിയിപ്പ്. ചാത്തമറ്റം കോച്ചേരിൽ ജോസഫിന്റെ ഭാര്യ സാറാമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് ചാത്തമറ്റം ശാലേം സെന്റ് മേരീസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള ജനവിധി മറികടന്ന് ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ജനങ്ങൾക്കെതിരെയുള്ള നീക്കം നടപ്പാക്കിയാൽ അതിനെതിരെ ശക്തമായി പോരാടും. പുതിയ MP-ക്ക് കോതമംഗലത്ത് ഊഷ്മള സ്വീകരണം. കുട്ടമ്പുഴയിൽ സ്പെഷ്യൽ സ്ക്വാഡ് പോലീസിന്റെ വൻ മണൽ വേട്ട. 8 ലോഡ് മണലും 5 വള്ളങ്ങളും 2 തൊഴിലാളികളും പിടിയിൽ. സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരും ബ്ലേഡ് മാഫിയക്കാർ. വായ്പയെടുക്കുന്ന സഹകാരികളെ സഹായിക്കാനെന്ന പേരിൽ ബാങ്കുകൾക്കുള്ളിൽ തന്നെ അനധികൃത പണമിടപാടുകൾ നടത്തുന്നു. നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.